നല്ല മുട്ടി നല്ല മാഗി ഇങ്ങനെ എടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല, നല്ല ചൂടുണ്ട്. എന്താ കയാട്ട പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കഴിക്കുക. ഹായ്, ഹലോ, നമസ്കാരം. 2-3 ദിവസമായി വീഡിയോ ആയിട്ട് വന്നിട്ട് കുറച്ച് തിരക്കാർന്ന്. തിങ്കളാഴ്ച മുടക്കായി. പിന്നെ ഇന്നലെ നേരം വൈകി. ഒന്ന് വായിലെടുത്തിട്ട് പോക്കും. പിന്നെ ഉണ്ണിക്ക് കൈയ്യേക്ക് വരുന്നൊരു വായിലുണ്ടാവും. ഹായ്. എന്നിട്ട് എന്താണ് എല്ലായിടത്തും മഴ? ഇവിടെ കുറച്ച് ദിവസമായിട്ട് അടിപൊളിയായിട്ട്, ഇവിടെ കുറച്ച് ദിവസമായിട്ട് നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. വീഡിയോ കട്ടായതാട്ടോ. ഒന്നേ ക്യാമറ ഒന്നും ഉണ്ടാക്കിട്ട. ഇനി പറഞ്ഞല്ലോ കാലത്ത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് മാഗി കൊടുക്കുക കേട്ടോ. അപ്പോൾ അറിയാവുന്ന ആൾക്കാർ പറയും കുട്ടിക്ക് എന്നും മാഗി കൊടുക്കരുത്. എന്നും കൊടുക്കാറില്ല. ലിസ്റ്റിൽ ഒരു ദിവസം മാഗി കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ. ആശ വന്നിട്ടുണ്ട്. സമയമായിട്ട് അത് കിട്ടിയേ. ഫസ്റ്റ് മണി ആക്കിക്കോട്ടോ. ഉണ്ണി അതിങ്ങനെ ഇരിക്കണം. കുറച്ച് നേരത്തേക്ക് വരുമ്പോഴേക്കും എല്ലാം കഴിച്ചു. നമ്മള് നേരം വൈകിക്കണ്ട കൈ കഴിക്കിട്ടപ്പോ എന്തിനാ വന്ന് കൂടുമ്പോഴേക്ക് ഞാൻ പറഞ്ഞു. പറയാ എന്തൊക്കെയാണ് വിശേഷങ്ങള്? കുട്ടികൾക്ക് ഇനിയിപ്പോൾ അടുത്തത് വരാൻ പോണത് ഓണ പരീക്ഷയാണ്. അതിന് മുന്നേ എന്ത് പരീക്ഷ ഉണ്ടെന്നുണ്ട്. എന്ത് പരീക്ഷ തേട്ടിയേ? ഇന്നല്ല പരീക്ഷ വരാൻ പോകും. ഇന്നലെ ഉണ്ണി അച്ചാച്ചനോട് ഓലപ്പന്ത് ഉണ്ടാക്കി തരുമെന്നൊക്കെ ചോദിച്ചേ. എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോയുടെ കമ്പനിയിൽ ഉണ്ണിയുടെ ഫോട്ടോ മാത്രം വെച്ചിട്ട് എന്താണെന്ന് പറഞ്ഞ് അത് ഇടാം. അപ്പോൾ ഉണ്ണി എന്നിട്ട് ഓലപ്പന്തൊക്കെ ഉണ്ടാക്കിയിട്ട് പോയിരുന്നു. എനിക്ക് ഓലപ്പന്ത് ഉണ്ടാക്കാൻ അറിയില്ല. ഓലപ്പന്ത് ഓലത്തിട്ട് ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. ആ ഫോട്ടോ അയച്ചിട്ടോട്ടോ. അച്ചാച്ചൻ ഇന്നലെ അതുകൊണ്ട് വയലെടുത്തിട്ട് പോക്കോ. അപ്പോൾ അച്ചാച്ചൻ ഇന്നലെ നല്ല ഓലപ്പന്തൊക്കെ ഉണ്ടാക്കി ഉണ്ണിയത് കൊണ്ടുപോയി. അപ്പം ഞങ്ങൾക്കത് എന്താണെന്ന് കറക്റ്റായിട്ട് വ്യക്തമല്ലായിരുന്നു കേട്ടോ. പിന്നെ 3 കുട്ടീസ് ഓരോരോ സാധനങ്ങളായിട്ടുള്ള ഫോട്ടോ അയച്ചാൽ അതിൽ ഉണ്ണി ഇത് പിടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ എന്തായാലും എൻ്റെ കുട്ടി വെജി കൂടെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. പക്ഷെ ഞാൻ എപ്പോഴും പറയും വെജി കൂടെ അല്ലെങ്കിലും എപ്പോഴും പക്ഷെ എന്നാലും പഠിക്കണം കേട്ടോ. കുട്ടികൾക്ക് ഇറങ്ങിയോ പഠിച്ചാലാണ് കുട്ടികൾക്ക് ബുദ്ധി വിവരമൊക്കെ ഉണ്ടാവുക. തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ദേവട്ടി കിടന്ന് 9 മണിക്ക് ഡ്യൂട്ടിക്ക് കയറിയിട്ട് വേഗം ഓടി വരണത് കേട്ടോ. അല്ലെങ്കിൽ കുട്ടീനെ പഠിപ്പിക്കാൻ പറ്റില്ല. ദേവട്ടി അതുകൊണ്ട് തന്നെ ബസ് കിട്ടാൻ വേണ്ടി കിടന്ന് ഓടുകയാണ്. ആരെങ്കിലും 5 മിനിറ്റ് ലേറ്റ് ആയി ഇടക്കുന്ന ദേവട്ടിക്ക് ബസ് കിട്ടില്ല. അതാണ് പ്രശ്നം. തിരക്കാണ്. തീരുണ്ടാണ് ദേവട്ടി. അയാത്തോ നമ്മുടെ ഏകദേശം ചെറുത്ത വലുത്ത എന്താണെന്ന് തരവല്ല. ആദ്യം പൊന്നാണ്. ചാവക്കാടുന്ന് മുതുവട്ടൂര് വരെ ദേവട്ടി ഫുണ്ട പോവാം. എന്താ പറയുക 5 മിനിറ്റ് നേരം വൈകി എൻ്റെ കുട്ടിക്ക് ഒന്നും ദേവട്ടിക്ക് ഒന്നും നടക്കില്ല. നേരം വൈകി ഞാൻ പറയും എന്തിനാ ദേവട്ടി അതുവരെ പോയിട്ട് കഷ്ടപ്പെട്ടു നേരെ ഇങ്ങോട്ട് വന്നു പറഞ്ഞിട്ട് അടുത്തേക്ക്. കാരണം എന്താ വെച്ചാൽ അതായത് 5 മിനിറ്റ് ലേറ്റായിട്ട് അവിടെ പോയിട്ട് ഞങ്ങളുടെ റൂട്ട് ബസ് പള്ളിക്കര കിട്ടിയില്ലെങ്കിൽ പിന്നെ ദേവട്ടി കുന്നംകുളത്ത് കയറി കുന്നംകുളത്ത് നിന്ന് കമ്പനി വേണ്ടി കയറി കമ്പനി വേണ്ടി ഇവിടെ എത്തിക്കേട്ട് 10 മിനിറ്റ് ആകുമ്പോഴേക്കും ആരാ വരിക? ആചാര്യ വരും. നടക്കാനുണ്ടേ കമ്പനിപ്പടിന്ന് ഇങ്ങോട്ട് അത്യാവശ്യം നടക്കാനുണ്ട്. ആ കുന്നും കയറ്റവും പിന്നെ മാത്രല്ല കേട്ടോ ബസ് വേറെ നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടില്ലേ? പ്രകൃതിരമണീയ ഊട്ടി കൊടൈക്കനാല് 15 രൂപ എനിക്ക് കറക്റ്റ് ബസ് കിട്ടുകയാണെങ്കിൽ വേണ്ടോ. അതാണെങ്കിൽ കുന്നോളത്തിൽ 18 കൊടുക്കണം, പിന്നെ 15 കൊടുക്കണം. അതുപോലെ നിൽക്കേണ്ട ദൂരം നടക്കണം.
പിന്നെ ചേട്ടൻ എത്തുന്ന സമയത്തോട് വീട്ടിൽ ചെയ്യും. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടില്ലേ ഊട്ടി കൊടൈക്കനാൽ വെള്ളതാണ്. ആ ഊട്ടി കൊടൈക്കനാലൊക്കെ പോലെ പ്രകൃതി രമണീയ സ്ഥലമാണ്. അപ്പം എല്ലാവർക്കും ഇവിടെയൊക്കെ സ്ഥലങ്ങൾ വീഡിയോയിലാണ് അടിപൊളി സ്ഥലങ്ങൾ. ശിഷ്യ 1, 2, 3 ഒക്കെ അങ്ങനെ പറയാം. അടിപൊളി സ്ഥലങ്ങൾ പറയും. അങ്ങനെ തന്നെയാണ്. എന്റെ കുട്ടികൾ കുറെ നാളായി ആ വഴിയൊക്കെ ഒന്ന് ഫോട്ടോ വീഡിയോ കാണിക്കാൻ പറയുന്നു. ആ ദേവട്ടിക്ക് എടുത്താൽ മതി. കാലത്ത് നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്ത് ഫോണിലാണ് എടുത്താൽ മതി. നിങ്ങൾ ഈ ഇപ്രാവശ്യം ശ്രീരാമൻ്റെ അമ്പലത്തിൽ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. തിരക്കാരൻ്റെ സൗണ്ട് കൊടുത്തിട്ടില്ല. സൗണ്ട് കൊടുത്തിട്ടാ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് 2 വർഷം മുന്നെയാണ് 2 വർഷം മുന്നത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്തത്. അതിനൊക്കെ ഒരുപാട് അച്ഛതരം ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ദേവട്ടി വേണമെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ 2 കുട്ടീസ് ഇപ്പോൾ കഴിച്ച് തീരും കേട്ടോ. 2 കുട്ടീസ് സ്വത്താണ് അച്ചായും കുട്ടി ഇപ്പോൾ തീരും. ചില ദിവസം ഞാൻ മാഗി കഴിക്കാറുണ്ട്, ചില ദിവസം ഞാൻ കഴിക്കാറില്ല. പിന്നെ കൂടുതൽ രാത്രി ജോലി കഴിഞ്ഞൊന്ന് വിശക്കും ചെറുതായിട്ട്. അപ്പം പിന്നെ മാഗി കഴിക്കാൻ ഇഷ്ടമാണ്. ദേവട്ടിക്ക് മാഗി കഴിക്കാൻ അറിയില്ല, അല്ല കഴിക്കില്ല. ഉണ്ടാക്കാനും ദേവട്ടി ഒന്ന് സെറ്റ് ആവാൻ കേട്ടോ. മാഗി ശരിയാക്കുക. ഒരു ചെറിയ പുലാവ് ടച്ചിലാണ് ദേവട്ടി മാഗി ഉണ്ടാക്കുക. ഏയ് കഴിഞ്ഞു. ഓ തട്ടണ് ഇത് വാങ്ങി എന്തൊക്കെയോ ഒരു സംഭവം വന്നിട്ടുണ്ട്. വണ്ടി പോയിട്ടിരിക്കാലോ, അതാണ് ഞങ്ങളുടെ പ്ലാനാണ്. ഞങ്ങളുടെ അല്ല പിന്നെ ഇന്നലെ നല്ല കുട്ടിയായിട്ട് നേരത്തെ ഉറങ്ങിയിട്ടുണ്ട്. ഇന്നലെ ദേവട്ടിന്ന് വിളിക്കുമ്പോ നല്ല ഉറക്കമണിയാ. എന്നോട് വർത്താനം പറഞ്ഞോണ്ടിരിക്കുമ്പോ എന്നെ ഉറങ്ങി. അതൊക്കെ പഴയ കാര്യം. ഇപ്പൊ അച്ഛൻ വിളിച്ചു പറഞ്ഞില്ല എന്നാണ്. ഉണ്ണീനെ വേണ്ടിയില്ല ആരും ഇരിക്കുന്നില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാനും പറഞ്ഞ അച്ചായില്ല. എൻ്റെ അച്ചാച്ചനോട് പറയുന്നത് അച്ചാച്ചൻ മറ്റേ ടെററാണ്. അച്ചായിരായിരുന്നു ടൂറ് കൊണ്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ആയിട്ടില്ല. ആയിട്ട് പറയട്ടാ. മിക്കവാറും 1 ഡേ ആയിരിക്കും. ഒരു ദിവസം നൈറ്റ് പോയിട്ട് പിറ്റേ ദിവസം എത്ര ട്രാവലറിൽ. ആ കഴിക്കും അല്ലല്ല സ്നേഹ ട്രിപ്പാണ്. സ്നേഹ സൗഹൃദങ്ങൾ ഊട്ടി ഉറപ്പിക്കാനുള്ള എന്താ വെള്ളം കൂടി കഴിച്ച കുമ്പായി എന്ന് പറഞ്ഞു. കേട്ടോ ഇത് കഴിഞ്ഞോ. ഇനി ഏതാ പൗഡർ ഇടുമ്പോ ഭക്ഷണം കൊടുക്കുമ്പോൾ പൗഡർ ഇടുന്നില്ല. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. നീ മുട്ട ഇങ്ങനെ ഇട്ട് കഴിക്കാൻ ക്യാമറയ്ക്കുന്നു. നേരം പോയിട്ടുണ്ടെങ്കിൽ വണ്ടി കൂട്ടാ. വീഡിയോയിൽ ആരില്ലല്ലോ. ആരെങ്കിലും കേരളല്ല ജനൌഷധി ആയിക്കോട്ടെ. തേടിയേ തിരിച്ചു വരുമ്പോ ഒന്നും പറ്റില്ല. നോക്കി നോക്ക്. ദേവട്ടി പറഞ്ഞ വയ്ക്കൊരു ജനൌഷധി ഉണ്ട്. ഞാൻ നോക്കുമ്പോഴേ ചാവക്കാടാണ് ഏറ്റവും കൂടുതൽ ജനൌഷധി കണ്ടേക്കുന്നത് കേട്ടാ. ചാവക്കാട് എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയും. ചാവക്കാട് നമ്മുടെ കൂടെ റെസ്റ്റോറൻറ്റ് അടുത്തൊരു ജനൌഷധി ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ മറ്റേ കാറിന്റെ ഷോറൂം ഒക്കെ ഇല്ലേ മുതുവട്ടൂര് ഭാഗത്ത് ഓങ്ങൽ പള്ളി കഴിഞ്ഞിട്ടൊരു ജനൌഷധി ഉണ്ട്. പിന്നെ അതേപോലെ വേറെ ഒന്നുകൂടി ഉണ്ട്. എനിക്ക് അത് ഓർമ്മ വരുന്നില്ല. 3 ജനൌഷധി അടുത്തടുത്ത് ഉണ്ട് ചാവക്കാട്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ അതാണ്. നിങ്ങൾ അതിന്റെ ബൈ പറഞ്ഞത് ബൈ പറഞ്ഞു. ഉണ്ണിയുടെ ആധാർ കാർഡ് മാത്രമല്ല ഉണ്ട് ദേവിക്ക്.